ദേശാഭിമാനി മുഖപ്രസംഗം 2025 ഫെബ്രുവരി 25. കടൽ മണൽ ഖനനം കേരളത്തിനാകെ വിപത്ത്. ശക്തമായ എതിർപ്പുകൾക്കിടയിലും മോദി സർക്കാർ തീരക്കടൽ ആഴക്കടൽ മണൽ ഖനനത്തിന് വട്ടം കൂട്ടുകയാണ്. പാർലമെന്റിൽ വേണ്ടത്ര ചർച്ചയില്ലാതെ കൊണ്ടുവന്ന നിയമങ്ങളുടെ ഭാഗമായാണ് കടൽ മണൽ ഖനനത്തിന് അനുമതി നൽകുന്ന ബ്ലൂ ഇക്കോണമിക്ക് വ്യവസ്ഥ ചെയ്തത്. ഇതിൻ്റെ തുടർച്ചയായി സംസ്ഥാന സർക്കാരുകളുടെയും ട്രേഡ് യൂണിയനുകളുടെയും പരമ്പരാഗത തൊഴിലാളികളുടെയും അഭിപ്രായം മാനിക്കാതെ കടലിൽ വൻ കൊള്ളയ്ക്കാണ് പദ്ധതിയിട്ടിരിക്കുന്നത്. കോവിഡ് മഹാമാരിയുടെ മറവിൽ പ്രഖ്യാപിച്ച നീല സമ്പദ്ഘടനയുടെ മുഖ്യ ലക്ഷ്യം ദക്ഷിണേന്ത്യൻ തീരത്തെ കടൽ മണൽ, കരിമണൽ, അമൂല്യ ധാതുസമ്പത്ത് എന്നിവ വിദേശ കുത്തകകൾക്ക് കൈമാറലാണ്. തന്ത്രപ്രധാന ആവശ്യങ്ങൾക്കായും പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന ഇത്തരം വിഭവങ്ങൾ സ്വകാര്യ മേഖലയ്ക്കും വിദേശ കമ്പനികൾക്കും കൈമാറുന്നതിന് സമുദ്രതട്ടിലെ ധാതുസമ്പത്തിൻ്റെ വികസനവും നിയന്ത്രണവും നിയമം തടസ്സമായിരുന്നു. ഇത് മറികടക്കാൻ 2023 നിയമം ഭേദഗതി ചെയ്യുകയും ആണവോർജ്ജ ധാതുക്കൾ ഒഴികെയെല്ലാം സ്വകാര്യ മേഖലയിൽ ലേലം ചെയ്ത് വിൽക്കാൻ സംവിധാനം ആവിഷ്കരിക്കുകയും ചെയ്തു. അങ്ങേയറ്റം വിനാശകരമായ ഈ നീക്കത്തിൻ്റെ ആദ്യ ഇരകൾ മത്സ്യത്തൊഴിലാളികളാണ്. അതിൽ ഒതുങ്ങുന്നതാകില്ല ഇതിൻ്റെ വിപത്ത്. അറബിക്കടലിനും സഹ്യപർവ്വതത്തിനും ഇടയിലുള്ള കേരളമെന്ന ഭൂപ്രദേശത്തിൻ്റെ നിലനിൽപ്പ് പോലും അപകടത്തിലാകുമെന്ന് വിദഗ്ധർ ആശങ്ക പ്രകടിപ്പിക്കുന്നു. നിർമ്മാണ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന 74.5 കോടി ടൺ മണൽ കേരളത്തിൻ്റെ തീരക്കടലിലും പുറംകടലിലും ഉണ്ടെന്ന് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ കണ്ടെത്തിയെന്ന് റിപ്പോർട്ടുകളുണ്ട്. കൊല്ലത്ത് 2 സെക്ടറായും പൊന്നാനി, ചാവക്കാട്, ആലപ്പുഴ എന്നിവിടങ്ങളിലായും ഈ ശേഖരം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ കൊല്ലത്ത് 242 ചതുരശ്ര കിലോമീറ്റർ കടൽത്തട്ട് ഖനനം ചെയ്യാനാണ് നടപടി പുരോഗമിക്കുന്നത്. 30 കോടി ടൺ മണൽ ഊറ്റുന്നതിന് ടെൻഡർ ക്ഷണിച്ചിട്ടുണ്ട്. രാജ്യത്തെ 22 മത്സ്യസങ്കേതങ്ങളിൽ ഏറ്റവും ഉൽപ്പാദനക്ഷമതയുള്ള കൊല്ലം പരപ്പ് എന്നറിയപ്പെടുന്ന മേഖലയെ മണൽ ഖനനം തകർക്കുമെന്നതിൽ സംശയമില്ല. കൊല്ലം, ആലപ്പുഴ ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന ഈ മേഖല ഒട്ടേറെ മത്സ്യങ്ങളുടെയും ചെമ്മീനിൻ്റെയും പ്രജനന കേന്ദ്രമാണ്. മൺസൂൺ കാലത്ത് സംസ്ഥാന സർക്കാർ ആഴക്കടൽ ട്രോളിംഗ് നിരോധിച്ച് പരിരക്ഷിക്കുന്ന മേഖലയിലാണ് വിദേശ കമ്പനികളടക്കം കടന്നുകയറി നാശം വിതയ്ക്കാൻ പോകുന്നത്. പരിസ്ഥിതി ദുർബല മേഖലയായ തീരത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് കേന്ദ്ര നിയമപ്രകാരം നിയന്ത്രണമുണ്ട്. ഇതിലേറെ നിർണായകമായ കടൽത്തട്ട് ഇളക്കിമറിക്കാൻ കേന്ദ്രം തന്നെ നിയമം കൊണ്ടുവന്നത് വിചിത്രമാണ്. ശിങ്കിടി മുതലാളിത്തത്തിൻ്റെ സ്വാധീനമാണ് ഇതിൽ നിന്ന് വെളിപ്പെടുന്നത്. മണൽ ഖനനം തീരപ്രദേശത്തെ കൂടുതൽ അസ്ഥിരപ്പെടുത്തും. പ്രകൃതിദത്തമായ സന്തുലനം അട്ടിമറിക്കപ്പെടുകയും കടലാക്രമണം രൂക്ഷമാകുകയും ചെയ്യും. സംസ്ഥാന സർക്കാർ വൻതോതിൽ പണം ചെലവിട്ടാണ് തീരസംരക്ഷണ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ഇതിനൊന്നും മതിയായ സഹായം നൽകാത്ത കേന്ദ്ര സർക്കാർ പ്രകൃതിക്ഷോഭങ്ങളുടെ പ്രഹരം വർദ്ധിപ്പിക്കാൻ വഴിയൊരുക്കുന്ന പദ്ധതിയാണ് നടപ്പാക്കുന്നത്. അനിയന്ത്രിത ചൂഷണം ലക്ഷ്യമായ നീല സമ്പദ് വ്യവസ്ഥയോട് കടുത്ത വിയോജിപ്പ് LDF സർക്കാർ കേന്ദ്രത്തിൽ അറിയിച്ചു. മത്സ്യത്തൊഴിലാളി സംഘടനകളും സമുദായ സംഘടനകളും BJP ഒഴികെയുള്ള രാഷ്ട്രീയ പാർട്ടികളും കടൽ മണൽ ഖനനത്തിൽ ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട്. തീരദേശ ഹർത്താലിന് ഐക്യത്തോടെ ആഹ്വാനം നൽകിയിരിക്കുകയാണ്. ഇതിനിടെ ഈ ഐക്യത്തിൽ വിള്ളൽ സൃഷ്ടിക്കാനും അതുവഴി BJPയെ സഹായിക്കാനും കോൺഗ്രസിൻ്റെ ചില നേതാക്കൾ ഇറങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇല്ലാത്ത കരാറിൻ്റെ പേരിൽ മത്സ്യത്തൊഴിലാളികളെ തെറ്റിദ്ധരിപ്പിക്കാൻ LDF സർക്കാരിനെതിരെ കുപ്രചാരണം നടത്തിയ പാരമ്പര്യമാണ് കോൺഗ്രസിനുള്ളത്. കോൺഗ്രസിൻ്റെയും UDFൻ്റെയും കുപ്രചാരണം മത്സ്യത്തൊഴിലാളികൾ അടക്കമുള്ള തീരദേശ ജനത പൊതുവെ തള്ളിക്കളയുകയാണ് ചെയ്തത്. ഇപ്പോൾ സംസ്ഥാനത്തെ ആകെ ബാധിക്കുന്ന കടൽ മണൽ ഖനന വിഷയത്തിൽ സങ്കുചിത താൽപ്പര്യങ്ങൾ കൈവെടിഞ്ഞ് ഫലപ്രദമായ ഐക്യ പ്രതിരോധ നിര ഉയർത്താൻ കോൺഗ്രസ് നേതൃത്വം സഹകരിക്കുന്നത് ഉചിതമാകും.